ശിവരാത്രി ഇങ്ങെത്താറായി. ഹിന്ദു വിശ്വാസികൾ ഉറക്കമൊഴിയുന്ന ദിവസം. നോക്കാം ശിവരാത്രിയെക്കുറിച്ച്. ഞാങ്കളെ കുത്തിയാലും നീങ്കളെ കുത്തിയാലും ചോരയല്ലേ ചെവ്വാറ് എന്ന് ചോദിച്ചുകൊണ്ടാണ് വടക്കൻ കേരളത്തിൽ പൊട്ടൻ തെയ്യം തുടങ്ങുന്നത്. ജാതിമത വർഗഭേദങ്ങളില്ലാതെ അവനവന്റെ ഞരമ്പുകളിൽ ഒഴുകുന്ന ചോരയുടെ നിറത്തിൽ ഞാനും നീയും ഒന്നാണെന്ന് പൊട്ടൻ തെയ്യം ഏറ്റുചൊല്ലുന്നു. പൊട്ടൻ തെയ്യം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ വിശ്വാസധാരകളിൽ ഏറ്റവും പ്രബലമായ ശിവാംശമാണെന്ന് ഐതിഹ്യം. ശിവാംശത്തിന്റെ ആന്തരിക സത്തയും അതുതന്നെ. ഞാനും നീയും ഒന്നാകുന്ന ഭാവം. ആരാണ് ശിവൻ, അല്ലെങ്കിൽ എന്താണ് ശൈവാംശം എന്ന അന്വേഷണവും ഒടുവിൽ എത്തിച്ചേരുന്നതും ഈ ബോധ്യത്തിലാണ്. ഒരേ സമയം കാലാന്തകനും അതേസമയം ലോകരക്ഷകനായി കാളക്കുട വിഷം കുടിക്കാൻ ഒരു മടിയും കാണിക്കാത്ത ദൈവാംശം. അഘോരിയിലും ചാണ്ടാളനിലും കാണാവുന്ന ശിവാംശം തന്നെയാണ് അർദ്ധനാരിയിലും നമുക്ക് കാണാനാകുക. ഒരുപക്ഷെ ഹിന്ദു വിശ്വാസത്തിൽ ശിവനോളം ശക്തനായ മറ്റൊരു ദൈവസങ്കല്പം ഇല്ലെന്ന് തന്നെ പറയാം. സൃഷ്ടി ബ്രഹ്മാവും സ്ഥിതിവിഷ്ണുവും സംഹാര ശിവനുമാണ് അഹൈന്ദവ വിശ്വാസം പറയുന്നത്. എന്നാൽ ശിവപുരാണത്തിലൂടെ കടന്നു പോകുമ്പോൾ സൃഷ്ടി, സ്ഥിതി, സംഹാരങ്ങളെ എല്ലാം പലതവണ ശിവനിൽ പൂർണ്ണമാകുന്നതും കാണാം. ശിവനും പാർവതിയും ചേരുമ്പോൾ അർദ്ധനാരി സങ്കല്പം ഉണ്ടാകുന്നു. അതായത് സ്ത്രീയും പുരുഷനും പപ്പാതി, സ്ത്രീയും പുരുഷനും തുല്യ പ്രാധാന്യത്തോടെ ചേരുമ്പോഴാണ് പൂർണ്ണതാ സങ്കല്പം ഉണ്ടാകുന്നതെന്ന് ഈ ഐതിഹ്യം വ്യക്തമാക്കുന്നു. സമാനമായി മറ്റൊരിടത്ത് ശിവൻ തന്റെ തുടയിൽ നിന്ന് ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകുന്നതായും ഐതിഹ്യമുണ്ട്. കാളിയുടെ ജനനം ഇത്തരത്തിലുള്ളതാണെന്ന് ചില പ്രദേശങ്ങളിൽ വിശ്വസിക്കുന്നു. നല്ലച്ഛന്റെ തുടയിൽ നിന്നും പിറന്നവൾ കാളി, വടക്കൻ ദേവതാ സങ്കല്പം. ഇത്തരം ശൈവ സങ്കല്പങ്ങളിലെല്ലാം നിർമ്മിക്കുന്ന ബോധമെന്നത് പുരുഷനും സ്ത്രീയും ഒന്നാണെന്ന് തന്നെയാണ്. പ്രകൃതിയായി ഹിന്ദു വിശ്വാസങ്ങൾ കരുതുന്ന ദേവതാ സങ്കല്പമാണ് പാർവതി, ശിവന്റെ ഭാര്യ. ശൈവാംശമില്ലാത്ത പ്രകൃതിയില്ല. ശിവരൂപത്തിലും ഈ സങ്കല്പമുണ്ട്. സർപ്പരാജാവായ വാസുകിയാണ് ശിവന്റെ മാല. ജടയിൽ ചന്ദ്രകലയും ഗംഗാനദിയും, വലങ്കയിൽ പരശു ആയുധമാകുമ്പോൾ ഇടങ്കയിൽ മാൻകുഞ്ഞ്, വാഹനമായി നന്ദി എന്ന കാള, എല്ലാം ദഹിപ്പിക്കുന്ന തൃക്കണ്ണ്, ഭസ്മധാരി, മറ്റു രണ്ട് കൈകളിലായി ഖണ്ഡമരുവും തൃശൂലവും. ശിവനെ സംഗീതാദികലകളുടെ അധിപനാക്കുന്നു. കൈലാസവാസിയാണെങ്കിലും ശ്മശാനവാസി. ഒരേ സമയം ലോകത്തിന്റെ ഏറ്റവും ഉയരത്തിലും അതേസമയം ഏറ്റവും താഴെയും. അതുതന്നെയാണ് ഹൈന്ദവരുടെ ശിവസങ്കല്പവും സമസ്ത പ്രപഞ്ചത്തിന്റെയും നാഥൻ.